മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താല്ലേ തൃശ്ശൂരിൻ്റെ പേരും പ്രശസ്തി ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. കുറച്ച് നാൾ മുമ്പ് ചേച്ചിയുടെ ഭർത്താവിലൂടെ അനിയത്തി പോയി. ഇപ്പോൾ ചാലക്കുടി മേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റിജോ, ചാലക്കുടിയിൽ തന്നെ പോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ഫെഡറൽ ബാങ്കിൽ കയറി ചുമ്മാ ഒരു 15 ലക്ഷം രൂപ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. മനുഷ്യൻ്റെ കാര്യം, തെറ്റ് ചെയ്യുന്നവൻ തീർച്ചയായിട്ടും പിടിക്കപ്പെടും. പിന്നെ എന്തിനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൊട്ടന്മാരാണോ? അറിയില്ലേ? നമ്മുടെ കേരള പോലീസ് ആണെങ്കിൽ മിടുക്കന്മാരാണ്. ഏതാണ്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും വിദേശത്തായിരുന്നു ജോലി. കൊറോണയുടെ സമയമായപ്പോൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോന്നു. ഭാര്യ അവിടെ തന്നെ നല്ല രീതിയിൽ ദൂർത്തടിച്ചു പണം. ഭാര്യ ഇപ്പോൾ അവിടുന്ന് അയക്കുന്ന പൈസ ഒക്കെ മദ്യം, കൂട്ടുകെട്ടുകൾ ഒക്കത്തിനും അങ്ങ് ചിലവഴിച്ചു. അപ്പം ആരോടാ ചോദിക്കാൻ? ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2.5 വർഷമായിട്ടുള്ളൂ എന്ന് പറയുന്നു. നല്ല അടിപൊളി വീടാണ്. എന്തൊരു സൂപ്പർ വീടാണെന്നറിയോ വാങ്ങിച്ചത്? 2 കുട്ടികൾ, മൂത്തതാണ്, രണ്ടാമത്തെ പെണ്ണും. ഏതാണ്ട് 10, 4 എന്നീ ക്ലാസ്സുകളിലേക്കാണെന്ന് തോന്നുന്നു. അതോ +2 ആണ്. മൂത്തമ്മ +2 അല്ലെങ്കിൽ 10 എന്തെങ്കിലും ആയിക്കട്ടെ. എന്നാലും ആ പ്രായമുള്ളൂ, കൊച്ചു പിള്ളേർ. ഭാര്യ അവിടെ നിന്ന് പൈസ അയച്ചുകൊണ്ടിരിക്കും. ഇയാളിവിടെ തോന്നിവാസം, അങ്ങനെ വേണം പറയാം, തോന്നിയാസം ഒക്കെ കാണിച്ച് കയ്യിലുള്ള കാശൊക്കെ കളഞ്ഞു. ഏതാണ്ട് ഭാര്യ വരാൻ സമയമായി. ഉടനെ തന്നെ വരുന്നു. അപ്പോഴത്തേക്കും ഈ പിൻവലിച്ചതൊക്കെ അവിടെ നിന്ന് ഫില്ലാക്കണ്ടേ? പൈസയ്ക്ക് എന്ത് വഴി? ഒരു രക്ഷയില്ല. അപ്പോൾ ആളുടെ മനസ്സിലുദിച്ചൊരു വക്രബുദ്ധിയാണ് ബാങ്ക് കവർച്ച. രാത്രി ഏതാണ്ടൊരു 2 മണിയോട് കൂടിയിട്ട് ബാങ്കിലെത്തി. ചാലക്കുടി പോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഫെഡറൽ ബാങ്ക് കയറി. ഏതാണ്ടൊരു 3.5 മിനിറ്റ് സമയം ആൾ ബാങ്കിൽ ചിലവഴിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ഡീസൻ്റാക്കി 15 ലക്ഷം രൂപയും ബാഗിൽ വെച്ചു. അത് വന്ന സമയത്താണെങ്കിലോ ഹെൽമറ്റും ഗൗണ് 2-3 കോട്ടുകൾ മുകളിൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും കാണാൻ പറ്റാത്ത രീതിയിലാണെന്നാണ് പറഞ്ഞത്. CCTV ക്യാമറയുടെ മുന്നിൽ കൂടെ പാസ് ചെയ്തു. പക്ഷേ അവിടെയും അബദ്ധം പറ്റി. ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അധ്വാനിച്ച കാശല്ലത്. ഷൂവിൽ പിടിക്കപ്പെട്ടു. 2-3 തവണ ഡ്രസ്സ് മാറിയെങ്കിലും ഈ ചെരുപ്പ് മാത്രം മാറാൻ അത്രയ്ക്ക്, അതാ പറയണേ, എവിടെയെങ്കിലും ഒരു പഴുത് ബാക്കിയുണ്ടാവും. അങ്ങനെ ആളുടെ ഷൂ മനസ്സിലാക്കിയിട്ട്, അതോ ഈ കഴിഞ്ഞ ഞായറാഴ്ച ആളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം VIP താമസിക്കുന്ന ഒരു ഏരിയ ആണത്. അവിടെ ഒരു 25 ഫാമിലി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആളുകളൊക്കെ എത്തിച്ചേർന്ന സമയത്ത് ഇങ്ങോർക്ക് ഇരിപ്പുറക്കുന്നില്ല അത്രേ. ഈ വെരുക് കൂട്ടിക്കട നടക്കുന്ന പോലെ സീറ്റിൽ ഇരിപ്പുറക്കാണ്ട് ആളിങ്ങനെ പരതി നടക്കുന്നു. അതിനുശേഷം ഈ സംഭവം നടന്നു എന്ന് കണ്ടപ്പോൾ അയൽവക്കക്കാരോടും സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു, കള്ളൻ ഏതെങ്കിലും കാട്ടിൽ പോയി പതുങ്ങിയിരിക്കണ്ടാവും. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും, അപ്പോൾ ഈ ഭാഗത്താണ് കള്ളൻ ബാങ്കിൽ കവർച്ച നടത്തിയ ആൾ ഈ ഏരിയയിലുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ടെൻഷനായെന്ന് പറഞ്ഞു. എവിടെയോ ആരാ. അവസാനം പോലീസ് റിസ്ക് ആയിരുന്നു എന്ന് പറയണു. കാരണം വേറെ തെളിവുകളൊന്നുമില്ല. ഈ ചെരുപ്പിൻ്റെ ഒരു അടയാളത്തിൽ മാത്രം വന്നു കൂളായിട്ട് കുറ്റമായിട്ടെടുത്തു. കാരണം അത്ര വലിയ എന്താ പറയുക, കള്ളനൊന്നും അല്ലല്ലോ. 15 ലക്ഷം രൂപ കട്ടെടുത്തു. അതിലൊരു 2.25 ലക്ഷം ഒരു സുഹൃത്തിന് കൊടുക്കാണ്ടായിരുന്നു. ലക്ഷങ്ങളാണ് കടങ്ങളെ. അത് കൊടുത്തു. പിന്നൊരു 10,000 രൂപയ്ക്ക് അത്യാവശ്യം വീട്ടു സാധനങ്ങൾ, മദ്യം പ്രധാനം, അത് അത്യാവശ്യം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി കുടുംബത്ത് വന്നു. കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു.
ഇതെല്ലാം കഴിഞ്ഞ് ആൾ പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ കൂട്ടുകാരൻ ഈ 2,90,000 രൂപ അത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു. ബാക്കിയുള്ള പൈസ ഇങ്ങോട്ട് വീട്ടിൽ നിന്നും കിട്ടി, റിജുവിൻ്റെ വീട്ടിൽ നിന്നും കിട്ടി. 10,000 രൂപ ചിലവായി. ബാങ്കിന് ആ 10,000 രൂപയാണ് ഈ കളവും മുതലിൽ നിന്നും ഇനി കിട്ടാനുള്ളൂ. ബാക്കിയൊക്കെ റിജോൻ്റെ കയ്യിൽ നിന്നും ആ സുഹൃത്ത് കൊടുത്ത 2,90,000 രൂപയിൽ നിന്നും മുതലായിട്ടുണ്ട്. ആ പൈസയുണ്ട്. ആകെ മിസ്സായതൊരു 10,000 രൂപ. ഭാര്യ വിദേശത്ത് ജോലി ചെയ്തിട്ട് കൊടുക്കുന്ന പൈസ ദൂരത്തടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. കാരണം ജോലി ചെയ്ത് ഭർത്താവിൻ്റെ പക്കലേക്ക് വിശ്വാസത്തോടുകൂടി അയച്ച പൈസയാണ്. റിജോ കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർക്കാണേ. മറ്റു മതങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ക്രിസ്തു മതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ അച്ഛൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ കെട്ടുറപ്പും ഐക്യം, സത്യസന്ധമായ ജീവിതം, നല്ല സ്വഭാവം, ഇതൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അതങ്ങനെ തന്നെയാണ്. എത്രയും ഊന്നി 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 അച്ഛൻ അവിടെ നിന്ന് തൊണ്ട പൊട്ടി ഈ പള്ളി ഇടവകക്കാരോട് സംസാരിച്ചാലും ഈ വക തോന്നിയാസമൊക്കെ അവർ കാട്ടിക്കൂട്ടും. അച്ഛൻ പ്രാർത്ഥിക്കുന്നത് വെറുതെ, പറഞ്ഞു കൊടുക്കുന്നത് വെറുതെ, അച്ഛൻ്റെ പ്രസംഗം വെറുതെ. അപ്പോൾ ഇവരെന്തിനല്ല ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്? എല്ലാവരെയും ഊന്നി അല്ലാതെ പറയണത്. ഇതുപോലെ കുറച്ചെണ്ണം ആ കൂട്ടത്തിലുണ്ടാവും. എൻ്റെ ഹിന്ദു മതത്തിലൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോയാൽ പോയില്ലേ, ആരും ചോദിക്കാനും പറയാനില്ല. നീ എന്താ ഇന്ന് വരാത്തെ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഒരാളോട് ചോദിക്കില്ല. പക്ഷെ ഇതങ്ങനെയല്ല. എല്ലാ ആഴ്ചയിലും കറക്റ്റായിട്ട് പള്ളിയിൽ പോകണം. വൈകുന്നേരം വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന പ്രാർത്ഥന. ഇതൊക്കെ എന്തിനാ? നമ്മളൊരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ പിടിക്കപ്പെടും. അത് ഉറപ്പായ കാര്യമാണ്. എന്ത് തന്നെ ചെയ്താലും ഭാര്യയെ മറിച്ചിട്ട് ഭർത്താവ് ഒരു കള്ളത്തരം കാണിച്ചു, അല്ലെങ്കിൽ ഭർത്താവിനെ മറിച്ചിട്ട് ഭാര്യ ഒരു കള്ളത്തരം കാണിച്ചു, ഇതൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ പോലും മുകളിലൊരാളിത് കാണാനുണ്ടാവും. ശിക്ഷ ഉറപ്പാണ്. അതാണല്ലോ എല്ലാ കാര്യങ്ങളും കരുതിക്കൂട്ടി റിജോ ബാങ്കിലേക്ക് പോയെങ്കിലും 3 തവണ ഡ്രസ്സ് മാറി എന്നാണ് പറയണേ, പല സ്ഥലത്ത്. പിന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മാറ്റി, എല്ലാ വക കാര്യങ്ങളും സേഫ് ആക്കിയിട്ടാണ് ആൾ പോയത്. പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ഒരാൾ സത്യമുള്ളവനാണ്. ആ ചെരുപ്പ്, അതിൻ്റെ കാര്യത്തിൽ ആൾ മറന്നുപോയി. അല്ലെങ്കിൽ ദൈവം അതങ്ങോട്ട് ഓർമ്മിപ്പിച്ചില്ല. ആ ചെരുപ്പിൻ്റെ അടയാളത്തിൽ പിടിക്കപ്പെട്ടു. എങ്ങനെയുണ്ട്? 2 കൊച്ചു കുഞ്ഞുങ്ങൾ. എൻ്റെ അപ്പൻ ജീവിതകാലത്ത് ആ കുഞ്ഞുങ്ങളുടെ തലേന്ന് ആ പേര് മാറുമോ? ബാങ്ക് മോഷണം. ഭാര്യയോ? അതെങ്ങനെ? അത് ടി വിയിലൊക്കെ ഇങ്ങനെ വാർത്ത വരികയല്ലേ. എങ്ങനെ അത് സഹിക്കും? ഇങ്ങനെ സ്വന്തം ഇണയോട് അല്ലെങ്കിൽ മക്കളോട് ഒക്കെ തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നോക്കുക. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വരാം.